ഇതാ ഈ കവർ കണ്ടോ, ഒരു അസൽ കല്യാണക്കുറി വന്ന കവറാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഇത്തരത്തിലുള്ള ഔട്ടർ കവറിംഗ് ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ ഒരു കാർഡ് മേക്കിംഗ് ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ കണ്ടോ, നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോളാണ്. അപ്പോൾ നമ്മളിതാ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞ് കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് കാർഡ് തന്നെ ആവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ വെക്കാനായിട്ട് ഞാനിതൊരു 3D ഷേപ്പിൽ ഒരു ക്രിസ്മസ് പപ്പേനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മളൊരു ക്രിസ്മസ് പപ്പേനെ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ശ്രമിച്ചിട്ട് ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ മോഡലൊക്കെ ആയിട്ടുണ്ട്. ഈ ഞെക്കി പിഴയാനായിട്ട് സഹതാപം തോന്നിയെങ്കിൽ സോറി കേട്ടോ. എന്തായാലും അതിൽ ഇത്രയും കൂടി ഉണ്ട്, അതും കൂടി മുഴുവൻ വറ്റിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് അസലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമാണ് എൻ്റെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാശമായി കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം മാത്രമാണ് പെയിൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ബാക്കി സ്റ്റാറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് പപ്പ വിത്ത് കാർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി പപ്പ ഇങ്ങനെ എത്തിച്ച് നോക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കിക്കോളൂ. ബൈ.